ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ ഒറിജിനൽ പ്രൊമോ ആണ് കേട്ടോ പറയണത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ നമ്മുടെ വീണയും വീണയല്ല, നമ്മുടെ ടീച്ചറമ്മയും അതുപോലെ തന്നെ കനിയും വല്യമാമയും കൂടിയിട്ട് മാഷിനെ നമ്മുടെ മാധവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ്. നല്ലൊരു റൂം തന്നെ മാഷിന് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ മാഷിനെ കിടത്തുവാണ്. മാഷ് പറയുന്നുണ്ട്, സരസ്വതി എനിക്ക് നല്ല ടെൻഷനുണ്ട്, വേറൊന്നുമല്ല, തൻ്റെ ബാക്കി രണ്ട് മക്കൾക്കും എന്നോട് ചെറിയ നീരസം ഉണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാനിവിടെ നിൽക്കണോ? ഞാൻ പൊയ്ക്കോട്ടെ? മാഷ് എവിടെ പോവാനാ എന്ന് വല്യമാവ ചോദിക്കുകയാണ്. മാഷ് എവിടെയും പോകണ്ട, മാഷ് ഇവിടെ തന്നെ നിന്നോ. ആര് ചോദിക്കാൻ വരാനാ? ഇതേ സരസ്വതിയുടെ പേരിലുള്ള വീടാണ്. ഇവിടെ ആരൊക്കെ നിൽക്കണം ആരൊക്കെ വരണമെന്നേ സരസ്വതിയാണ് തീരുമാനിക്കുന്നത്. മക്കൾക്കൊക്കെ ഓരോ ജീവിതം സരസ്വതി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരമ്മയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരരുത്. അമ്മ പ്രായം എന്ന് വെച്ചിട്ട് അമ്മക്ക് സ്വന്തമായിട്ട് അഭിപ്രായം എടുക്കാൻ ഇതില്ലേ ഈ കാലത്ത് എന്നൊക്കെ പറയണം. കനി പറയണ്ട, അങ്ങനെ പറഞ്ഞു കൊടുക്ക് വല്യമ്മാവ. അല്ലെങ്കിലും മഹേഷ് ചേട്ടനും രാധേച്ചിക്കൊക്കെ വലിയൊരു വിചാരമുണ്ട്. അവര് പറഞ്ഞത് മാത്രമാണോ ന്യായം കാര്യങ്ങളെന്ന്. ജീവിതമൊക്കെ പച്ച പിടിച്ചു വന്നില്ലേ, അതിന്റെ ഒരു ഹുങ്കായിരിക്കും. ആ സമയത്ത് ടീച്ചറമ്മ പറയണ്ടോ, എന്തെങ്കിലും ആവട്ടെ, അവരെന്തെങ്കിലും പറയുമ്പോഴല്ലേ മാഷേ, അത് നമുക്ക് അപ്പം നോക്കാലോ, അല്ലാതെ മാഷ് എത്ര നാൾ ആ ഹോസ്പിറ്റലിൽ കിടക്കാനാണ് എന്ന് പറയണം. വലിയ മാവ് പറയണ്ട്, അതെ, എന്തായാലും മാഷ് ഇവിടെ റെസ്റ്റ് ചെയ്, ഞാൻ നാളെ വരാം. അതെ, കുറച്ച് തിരക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാഷിനെ വീട്ടിൽ അന്വേഷിച്ചതേ എന്റെ മോൻ റെജി ഉണ്ടല്ലോ, റെജിയുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാ. അന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണോ നമ്മുടെ വക്കീല്? അതെ, കൊള്ളാം, പോലീസും വക്കീലും നല്ല ചേർച്ചയാണല്ലോ എന്ന് പറയുമ്പോ അതെ അതെ. അപ്പൊ ആ ഒരു വിവാഹത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സാറിനെ അന്വേഷിക്കാൻ വന്നത്. അപ്പോഴാണ് സാർ ഇങ്ങനെയാണ് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഉത്തമം പറയണത്. ഉത്തമം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ദേ എന്നെ സരസ്വതി വിളിച്ചു പറയുകയും ചെയ്തു. സരസ്വതി എന്നെ വിളിച്ചിരുന്നു. അപ്പോഴാണല്ലോ മാഷ് കള്ളം പറഞ്ഞത് വീട്ടിലുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ വന്നതുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റി. എന്തായാലും എന്റെ മാഷേ, വയ്യായികളുള്ളപ്പോഴെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നിടത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാ ശരി, ഞാൻ നാളെ വരാവേ. കനി, വീണെ ശ്രദ്ധിച്ചോളണേ. അതെന്തൊരു പറച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് മാഷിനെ എന്റെ അച്ഛന്റെ സ്ഥാനത്താ എന്ന് കനി പറയാണ്. അല്ലെങ്കിലും കനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഒരു അച്ഛന്റെ സ്ഥാനം എന്ന രീതിയിൽ മാഷിനെ കാണുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഷിന് കിടപ്പിലായെന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ മേരിക്കുട്ടിയും അതുപോലെ തന്നെ ജോണും കൂടി മാഷിനെ കാണാൻ വേണ്ടി വരുവാണ്. ആ സമയത്ത് നമ്മുടെ കനി ആ ഒരു അപേക്ഷ വീണ്ടും പറയാണ്. ഇപ്പൊ രണ്ടമ്മമാരും പിന്നെ മാഷിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ ആ കാര്യം ഒന്നും കൂടി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോ വീണക്ക് കാര്യം മനസ്സിലായി, ആ പ്രൊപ്പോസലിന്റെ കാര്യമാണെന്ന്. വീണ ഒന്നും മിണ്ടുന്നില്ല. ജോൺ പതുക്കെ വീണയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വീണ അപ്പോഴും ഒരു മൈൻഡും ഇല്ല കേട്ടോ. എന്തെങ്കിലും വീണ ഒരു ഇതും ഇല്ല. അതായത് ജോണിന് വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞൂടെ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. അത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. ജോൺ ആണെങ്കിൽ വീണ ഇപ്പോഴെങ്കിലും വായ തുറക്കുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോ എവിടെ വീണ വായ തുറക്കണേ ഇല്ല. അതിനുശേഷമാണെങ്കിൽ മാഷ് ചോദിക്കട്ടെ, എന്ത് കാര്യമോ കനി? മാഷിനോട് ഞാൻ പറഞ്ഞതല്ലേ കഴിഞ്ഞ ദിവസം. മനസ്സിലായി, നമ്മുടെ ജോണിന്റെ കാര്യം അല്ലേ? അതെ. അപ്പൊ മേരി പറയുന്നുണ്ട്, അതെ, ആ അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ ജോണോട് പറഞ്ഞതാണ്. കനി ചോദിച്ചില്ലേ, അപ്പൊ തന്നെ ഞാൻ ജോണോട് പറഞ്ഞു. അതെ, എനിക്ക് കനി മരുമകളായിട്ട് വരുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്ക് കനീനെ പോലത്തെ ഒരു മരുമകളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ കനീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമുണ്ട്. കനിക്കാണെങ്കിൽ സന്തോഷമാവാട്ടോ. കനി അപ്പൊ വീണയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജോണിന്റെ മുഖത്ത് നോക്കുമ്പോൾ അവർക്കൊരു ഭാവ വ്യത്യാസവും ഇല്ല. അതിനുശേഷം കനി ഇതെന്തായാലും ഏൽക്കും എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് വീണ ദേഷ്യം കൊണ്ട് ഉമ്മറത്ത് വന്നിരിക്കാട്ടോ. തൊട്ടരികിൽ ജോൺ ഇരിക്കുന്നുണ്ട്. പക്ഷെ ജോണോട് ഒരു കാര്യവും വീണക്ക് താല്പര്യമില്ല. വീണ ഒന്നും ജോണോട് മിണ്ടുന്നില്ല, ജോൺ വീണെടുത്ത് മിണ്ടുന്നില്ല. അങ്ങനെ വീണെടുത്ത് ജോൺ ചോദിക്കുന്നുണ്ട്, എടോ താൻ ഇനിയെങ്കിലും മറുപടി പറ, എന്താ ചെയ്യേണ്ടത്? അമ്മക്കാണെങ്കിൽ കനീനെ മരുമകളാക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോ വീണ പറഞ്ഞ, ആക്കിക്കോ, അതിനെനിക്കെന്താ? ജോണട്ടൻ കനിനെ വിവാഹം കഴിച്ചു, അതിനെനിക്കെന്താ? ഞാൻ ആർക്കും ഒരു ശല്യം ആവണില്ല, ഇത് തന്നെയാ തന്റെ കുഴപ്പം, ഒന്നും വായു തുറന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജോണും ഭയങ്കര ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാൻ അങ്ങോട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രൊമോ. ഇന്നത്തെ പ്രൊമോ നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു. പിന്നെ നാളെയാണ് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോണത്. മഹേഷും രാധയെ അറിയും നമ്മുടെ മാഷിന് മാധവത്തിലേക്ക് കൊണ്ടുവന്ന കാര്യം. പിന്നെ അവിടെ പൊട്ടിത്തെറിയായി ബഹളമായി കാര്യങ്ങളായി. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.